ദിവസങ്ങൾ നീളുന്ന പരിശീലനത്തിനും തയ്യാറെടുപ്പുകൾക്കും ശേഷമാണ് കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശനത്തിന് എത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലൂടെയും മന്ത്രാലയങ്ങളുടെയും 17 നിശ്ചല ദൃശ്യങ്ങളാണ് രാജ്പഥിൽ അണിനിരക്കുന്നത്. ഡൽഹി കണ്ടോൺമെന്റിലെ RR ക്യാമ്പിലാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്പഥിലൂടെ ഒഴുകി നീങ്ങുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഒരുങ്ങുന്നത് ഇവിടെയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള രാഷ്ട്രീയ രംഗശാല ക്യാമ്പിൽ. ആ ക്യാമ്പിനുള്ളിലെ കാഴ്ചകൾ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിശ്ചല ദൃശ്യത്തോടൊപ്പം അണിനിരക്കുന്ന കലാകാരന്മാർ തയ്യാറെടുപ്പിലും പരിശീലനത്തിലുമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അരങ്ങിൽ എത്തുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഈ താളമേളങ്ങൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. പാന്തരി എന്ന കലാരൂപമാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഇവർ അവതരിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് എത്തുമ്പോൾ കേദാർനാഥിലെ കലാകാരന്മാർ ഓങ്കാര നൃത്തത്തിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചെത്തുമ്പോഴാണ് RR ക്യാമ്പിൽ നിന്നും ആ ശബ്ദം ഉയർന്നു കേട്ടത്. സംശയിക്കേണ്ട, നമ്മുടെ കേരളം തന്നെ. വാദ്യ കലാകാരന്മാർ കൊട്ടിക്കയറുകയാണ്. ഞങ്ങൾ മൊത്തം ഇത്തവണ കേരള ടീമിൽ 12 കലാകാരന്മാരാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. 6 കലാകാരന്മാർ വാദ്യ കലാകാരന്മാരും ബാക്കിയുള്ള ആളുകൾ തെയ്യം കലാകാരന്മാരാണ്. അങ്ങനെ നമ്മൾ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് ആവിഷ്കാരമൊരുക്കിയ ബാപ്പ ചക്രവർത്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. Kerala is choir. This choir mainly thematically we are trying to highlight the Kerala's choir products and the heritage, the best thing in India. That's what we wanted to project here. ചീന വല ഈ ഫ്ലോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക് വാട്ടറിന്റെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ അവിടെ തുടങ്ങി കോക്കനട്ടിന്റെ തേങ്ങയുടെ വിവിധ ഒരു വളർച്ച അവസാനം ട്രാക്ടറിൽ കാണുന്നത് ഒരു സ്ത്രീകളുടെ ഒരു ശാക്തീകരണം കൂടി. ന്യൂസ് 18 ഡൽഹി.